ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വെക്കാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു പച്ചമുളകൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഈ ഒരു ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഉപ്പൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഉപ്പ് കൂടി പോവേണ്ട. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലപോലെ വാടി കിട്ടണം. ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലിങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തോലൊക്കെ നടത്തിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക, അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടയണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടുകൊടുത്ത മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ആ കറിയുടെ കളറൊക്കെ ചേഞ്ചായി പോകും. ഇനിയിപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കറുത്ത കളർ പുളിയായിരുന്നു, അതുകൊണ്ടാണ് ആ പുളിവെള്ളത്തിന് അങ്ങനെ കളർ വന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി ഭയങ്കര ലൂസായി പോകും. പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാനായിട്ട് ടൈം എടുക്കും. ഇനി ഈ കറി നല്ലപോലെ തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ മീൻ കറിയിൽ ഇടാറുള്ള ഉലുവയും പെരിഞ്ജീരകവും ഒന്നും നമ്മൾ ഈ ഒരു മീൻ കറിയിൽ ഇടുന്നില്ല. പക്ഷെ എന്നാലും ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ മത്തി ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആ കറി ആ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് ആ കറി ആവാത്ത ഭാഗത്തേക്ക് മാത്രം കുറച്ച് കറി കോരി ഒഴിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് കയ്യിലൊന്നും വെച്ച് ഇളക്കരുത്, മീനൊക്കെ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് അടയ്ക്കരുത്, ഇതുപോലെ അടച്ചാൽ മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലൂടെ കിടക്കട്ടെ. ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മീനിലൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇനി ഇരിക്കും തോറും ഈ കറി നല്ല തിക്കായിട്ട് വരും. എപ്പോഴും മീൻ കറിയൊക്കെ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ അടച്ച് കുറച്ച് സമയം അവിടെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കറി നല്ല തിക്കായി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ കറി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.